എന്റെ അമ്മ മിലിറ്ററി ബോക്സ് നോക്കുന്ന മിലിറ്ററി ബോക്സ് അല്ല മീറ്റർ ബോക്സ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കോട്ടയത്തിൽ ഒരു പുതിയ അതിഥികളുണ്ട്. അവരെ ഹലോ കൂട്ടുകാരെ, എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കോട്ടയത്തിലെ ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട്. മീറ്റർ ബോക്സിലാണ് അവർ കൂട് കൂട്ടിയിട്ടുള്ളത്. നമുക്ക് അതിനെ ഒന്ന് കണ്ടാലോ? കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ കണ്ടോ പക്ഷിയെ? ആരാധി നോക്കിയേ. ഭക്ഷണത്തിനായി അമ്മക്കിളി എവിടെയോ പോയിട്ടാണുള്ള. ആ തക്കം നോക്കി നമ്മൾ പക്ഷിയെ നോക്കുക. അതിന് വിശക്കുന്നുണ്ടോന്ന് തോന്നുന്നു. ഇനിയുള്ള കാര്യം ഞാനും അമ്മയും പറഞ്ഞാലോ? മരത്തിന്റെ മേലെ തന്നെ ഉണ്ട് കേട്ടോ. ആ അമ്മ പക്ഷി മരത്തിന് തീറ്റ കൊടുക്കാൻ വേണ്ടിട്ട് വന്നതോ. മണ്ണിരണ്ടേ അവിടെ നിങ്ങളെവിടെയാടാ കാണുന്നത്? കണ്ണാടിട്ടിട്ടില്ല. ഹനാലും മാച്ചും കൂടി പറമ്പത്തുനിന്ന് വിളിമ്പിക്ക പറിക്കുക. അപ്പൊ അതാ കൂട്ടുകാരെ നായ്ക്കളവരെ ഓടിക്കുക. എനിക്കത് കണ്ട് ചിരി സഹിക്കാൻ വയ്യ. അവരതാ ഓടടാ ഓട്ട. വിളിമ്പിക്ക എല്ലാം താഴെ വീണു. എന്നാലും കുറച്ചൊക്കെ കിട്ടീന്. എന്നേനു ഇത് നമുക്ക് ഇത് വെച്ച് കഴിക്കണം. അതിന്റെ പേരെന്താ? മുളക് ഉപ്പ് ഇട്ടിട്ട്. നമ്മളുടെ വിളിമ്പിക്കയിൽ നമ്മൾ ഉപ്പും മുളകും കൂട്ടി കഴിക്കാൻ പോയിട്ടാണ്. മാങ്ങ എടുത്തിട്ടുള്ള അപ്പൊ നമ്മളിത് മുളകും കൂടി കഴിക്കാൻ പോവാണേ. ആദ്യം മേലൂടെ ഇണങ്ങി പോവാക്കണേ. ആദ്യം കാറ്റ് പോട്ടെ. കാറ്റായിട്ട് എന്നെ മുളക് പൊടിയും ഉപ്പും കൂട്ടിട്ട് നമ്മള് പെരക്കുവാണ്. ഞാനും കൂടി അത് നമ്മൾ ഇത് നോക്കട്ടെ. വിളിമ്പിക്കാണേ. ഇത് വിളിമ്പിക്ക. ഇത് മാങ്ങ. നമ്മളെ നാട്ടിലൊക്കെ ഇവിടെ കണ്ണൂര് വിളിമ്പിക്കാന്ന് പറയാം അല്ലേ? വിളിമ്പിക്കാന്നല്ലേ പറയാ? വിളിമ്പിക്കാന്നിട്ട് എങ്ങനെയുണ്ട്? അതി ശരും എങ്ങനെയുണ്ട്? ഹനാല് പറഞ്ഞ് അവന്റെ ഉമ്മാമ്മന്റെ പറമ്പിൽ കൊറേ ചക്ക ഇടുന്നു. അത് പറിച്ചോ പറഞ്ഞു. എന്നാൽ അത് നമുക്ക് പറിച്ചാലോ കൂട്ടുകാരെ? നമ്മളുടെ ശ്യാമക്കുട്ടനും വരും നമ്മളെ കൂടെ. കൂട്ടുകാരെ എല്ലാം എടുക്കണേ. എല്ലാം പൊട്ടു. ഇത് പുറത്തു വെച്ച് കഴിഞ്ഞാല് ഹനാലെ അച്ഛൻ കൂടെ ചക്കയെല്ലാം പറിച്ച്. ചക്ക മുറിച്ചപ്പോ ചക്ക പഴുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചക്ക പഴുക്കാൻ വേണ്ടി വെച്ചിട്ടാണല്ലോ കൂട്ടുകാരെ. അതുകൊണ്ട് ചക്ക നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. നാളെ പഴുക്കൂന്നാന്ന് അമ്മ പറഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോസിൽ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ബൈ.